ഷെൻസുകുമാറിൻ്റെ രാഷ്ട്രീയ മറുപടി ജിൻ്റെ പറയട്ടെ. എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ള ഒരു കണക്കാണ് അത്. എൻ്റെ ഉള്ളിലുള്ള കണക്ക് തന്നെയായിരുന്നു അത്. PM മനോജ് ഒരു പോസ്റ്റിൽ കൂടി ഇടുമ്പോഴേക്കും അത് ഞാൻ ഒന്നുകൂടി ഓർക്കുന്നു. അതിപ്പോൾ നിയമസഭയിലെ അംഗബലം LDF 98, UDF 42. ഭരണം മാറണമെങ്കിൽ 29 സീറ്റ് UDF പിടിച്ചെടുക്കണം. അത് മാത്രം മതിയോ? നിലവിലുള്ള 42 സീറ്റ് UDF നിലനിർത്തുകയും വേണം. അതായത് പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ്? VD സതീശൻ അടക്കം കടുത്ത മത്സരം നേരിടുകയാണെന്ന് UDF അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ നിലയ്ക്ക് കുറഞ്ഞ 35 സീറ്റിലെങ്കിലും LDFന്റെ സിറ്റിംഗ് MLA മാരെ തോൽപ്പിച്ച് UDF ജയിച്ചാൽ ഭരണമാറ്റത്തിന് സാധ്യതയുണ്ട്. അതായത് ഈ നാട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ര വലിയ UDF അനുകൂല തരംഗം കേരളത്തിൽ ആഞ്ഞു വീശണം എന്നർത്ഥം. ശ്രീകുമാർ, അതിനിടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും തദ്ദേശവും ഉണ്ടായി. ആ കണക്ക് PM മനോജ് പറയുന്നില്ലെങ്കിൽ കൂടിയും ഈ കണക്ക് അവിടെ നിൽക്കുകയാണ്. ഈ ഇലക്ഷൻ അർത്ഥമെറ്റിക്സ് അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് UDFന് ആരാണ് മുഖ്യമന്ത്രി എന്ന് ചർച്ച തുടങ്ങാനും മാത്രമുള്ള കോൺഫിഡൻസിന്റെ സമയം യഥാർത്ഥത്തിലായോ ശ്രീകുമാർ? നോക്കൂ ശ്രീ ഹാഷ്മി, ഇങ്ങനത്തെ കണക്ക് പറയേണ്ടിയിരുന്നത് ശ്രീ PM മനോജ് അല്ല, അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്. PM മനോജ് അല്ല പറയേണ്ടിയിരുന്നത്. ഈ കണക്കിന്ന് പാർട്ടി സെക്രട്ടറി ഒരു പത്രസമ്മേളനം വിളിച്ച് ജനങ്ങളോട് പറയണമായിരുന്നു. അതാണ് പാർട്ടിയുടെ കണക്കെങ്കിൽ. അത് പറഞ്ഞിട്ടില്ല. ഇന്നലെ വൈകിട്ട് 6 തൊട്ട് ഇന്നിപ്പോൾ ഇത്രയും നേരം വരെ കേരളം ചർച്ച ചെയ്യുന്നത് UDF അധികാരത്തിൽ വരുമെന്നുള്ള ഒരു പൊതു സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തുകൊണ്ടാണ് ആ ചർച്ച എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. LDF അധികാരത്തിലേക്ക് വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ വരും എന്ന രീതിയിലൂടെ ശ്രീ ഗോപൻ പോലും ഒരു ചർച്ചയ്ക്ക് തയ്യാറായില്ല. അദ്ദേഹം പഴയ കാര്യങ്ങൾ പറയുകയാണ് ചെയ്തത്. അതാണ് തെരഞ്ഞെടുപ്പ് കഴിയുകയും ചെയ്തു. നോക്കൂ ഹാഷ്മി, ഇവിടെ 2-3 ദിവസത്തെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതായത് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വോട്ടെടുപ്പ് കഴിഞ്ഞു. എന്തുകൊണ്ടാണ് UDF ഗവൺമെൻറ് ഉണ്ടാക്കും UDF എന്ന് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്? ഞാൻ ഇന്ന് പ്രമുഖരായ 3-4 കോൺഗ്രസ് നേതാക്കളെ വിളിച്ച് സംസാരിച്ചു. അവരെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ഗവൺമെൻറ് UDFൻ്റേതാണ്. പിന്നെ എണ്ണം പറയുന്നത് നമ്മളല്ലല്ലോ, അത് പെട്ടി പൊട്ടിക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് UDF ഉണ്ടാക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? നമ്മൾ 6, 7, 8 കേരള രാഷ്ട്രീയത്തിലെ ചലനങ്ങളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. 7-ാം തീയതിയാണ് പ്രോഗ്രസ് റിപ്പോർട്ട് CPM പുറത്തിറക്കിയത്. 7, 8, 9 കേരളത്തിലെ എല്ലാ വർത്തമാന പത്രങ്ങളിലും UDFൻ്റെ പ്രചരണ പരസ്യം വന്നു. അതായത് ചർച്ച ചെയ്യപ്പെടുന്ന പരസ്യം വന്നു. 7-ാം തീയതി പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കിയ LDF 8-ാം തീയതി പ്രചരണം സമാപിക്കുന്ന ദിവസം ആരും ചർച്ച ചെയ്യില്ല, നിശബ്ദ പ്രചരണത്തിനും ചർച്ച ചെയ്തില്ല. അപ്പോൾ ചർച്ച ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ അത് പ്രോഗ്രസ് റിപ്പോർട്ട് അസ്ഥാനത്തായി. അവർ പത്രങ്ങളിൽ പരസ്യവും കൊടുത്തില്ല. സമീപകാല ചരിത്രത്തിൽ ഞാൻ 40 വർഷമായി പത്രപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. ഇന്നേ വരെ LDFൻ്റെ പരസ്യമില്ലാത്ത തിരഞ്ഞെടുപ്പ് ഞാൻ ആദ്യമായിട്ട് കാണുക. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും, അഴിമതിക്കെതിരെ ഒരു വോട്ട്, ഒരു വിരലിങ്ങനെ വോട്ട് ചെയ്യുന്ന പടം വെച്ച് 2016 ഇറക്കി. ആ ഒരു അഴിമതിക്കെതിരെ ഒരു വോട്ടെന്നുള്ള 2021 അവർ ഇറക്കിയില്ല. കാരണം അത് അഴിമതി നടത്തി എന്നുള്ള തോന്നലാവും. ഇത്തവണ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ പരസ്യം ചെയ്തില്ല. എന്താ പരസ്യം ചെയ്യാത്തതെന്ന് വെച്ചാൽ നിസ്സാരമായിട്ട് തോന്നും. കാരണം പരസ്യത്തിൽ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യും. 5 ഗ്യാരണ്ടി രാഹുൽ ഗാന്ധി പുതിയ യാത്ര സമാപനത്തിൽ പ്രഖ്യാപിച്ചതോടെ തന്നെ LDFൻ്റെ ഗ്യാസ് പോയി. കാരണം ആ 5നെ വെല്ലുന്ന ഒരു പരിപാടി 10 കൊല്ലം അധികാരത്തിലിരുന്ന ഇവർക്ക് പറയാൻ പറ്റില്ല. അഥവാ പറഞ്ഞാൽ തന്നെ ജനങ്ങൾ ചോദിക്കും 10 കൊല്ലം എന്താ നടപ്പാക്കാത്തതെന്ന് ചോദിക്കും. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ പ്രതിപക്ഷത്തെയാണ് വില ഇരുത്തിയത് ജനം. വളരെ കറക്റ്റായിട്ട് ഞാൻ പറയാം, പ്രതിപക്ഷത്തെയാണ് ജനം വില ഇരുത്തിയത്. പ്രതിപക്ഷം എന്തു പറയുന്നു? കാരണം ഭരണപക്ഷം ഭരിച്ചു പോയി, അവരിപ്പോൾ കഴിയാറായി, ഇറങ്ങി പോകാറായി. ഇനി അവർ അവർ ഞങ്ങൾക്ക് വരണം എന്നവർക്ക് ആവശ്യപ്പെടാം. പക്ഷേ നിങ്ങളവിടെ നിൽക്ക്, ഈ പ്രതിപക്ഷം എന്താ പറയുന്നത് നോക്കട്ടെ. അപ്പോൾ ഒരു 5 ഗ്യാരണ്ടി മാനിഫെസ്റ്റോ ഒക്കെ പറഞ്ഞു. യുവത്വം UDFൻ്റെ ഒപ്പം നിന്നു. UDFൻ്റെ ഒപ്പം നിന്നു. കാരണം അതിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പം 7-ാം തീയതി വന്നപ്പം ഈ ഡാം തുറന്നുവിട്ടത്, മറ്റേ തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നുവിട്ടതുമായി സംബന്ധിച്ച് LDFലെ തർക്കം പുറത്തു വന്നു. അതുമാത്രമല്ല, രേവന്ത് റെഡ്ഡിയുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ തർക്കം പുറത്തു വന്നു. ഇതെല്ലാം ചർച്ചയാക്കാൻ CPM ശ്രമിച്ചെങ്കിലും ജനങ്ങൾ ആ പത്രപരസ്യം വെച്ച് ചർച്ച ചെയ്തു. എന്ത്? UDFൻ്റെ ഗ്യാരണ്ടി, UDFൻ്റെ മാനിഫെസ്റ്റോ. അപ്പുറത്ത് ചർച്ച ചെയ്യാനൊന്നുമില്ല, ഇവരുടെ നേട്ടങ്ങളുമില്ല, ഇവർക്ക് പറയാനുള്ളതുമില്ല. ഇവരാകെപ്പാടെ ഒരു പരസ്യം ഇറക്കിയ 9-ാം തീയതിയാണ്. അന്ന് ഇവരെ പരസ്യത്തിലെ സമൃദ്ധി വേണം, ഐശ്വര്യം വേണം എന്നൊക്കെ പറഞ്ഞ് സാധാരണ ഓണക്കാലത്ത് പരസ്യം കൊടുക്കുന്ന പോലെ ഇട്ടിട്ട് അതിൽ 2 കാര്യം പറഞ്ഞു. ഒന്ന് റബ്ബറിൻ്റെ തറവില, അത് പത്തനംതിട്ട അല്ലെങ്കിൽ കാർഷിക മേഖലയെ ചർച്ച ചെയ്യും. പൊതുവായി ചർച്ച ചെയ്യുന്ന അവർ പറഞ്ഞൊരു കാര്യം ക്ഷേമ പെൻഷനാണ്. 2500 3000 ആക്കും. 10 വർഷമായിട്ട് 5 വർഷം മുമ്പ് പ്രഖ്യാപിച്ച 2500 2000 ആക്കി പുറത്തു പോകുന്നവർ പറയുക ഞങ്ങളെ ജയിപ്പിച്ചാൽ 3000 ആക്കാമെന്ന്. അതവർ വിശ്വസിച്ചില്ല. പിന്നെ UDFൻ്റെ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രവും LDFൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രവും CPMൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രം ആകെ പാളിപ്പോയി. കാരണം അത് പാർട്ടിയല്ല തന്ത്രം ആവിഷ്കരിച്ചത്, ഏതൊരു ടീമാണ്.
അവരെന്താ വെച്ചാൽ ആക്ഷേപവും അതുപോലെ പരിഹാസവും UDFന്റെ വയനാട് ഫണ്ടും ഒക്കെ എടുത്ത് ചർച്ച ചെയ്യാൻ തുടങ്ങി. ജനങ്ങൾ എന്ത് ചെയ്തു? UDF ഇറക്കിയ പരസ്യത്തിലെ അവരുടെ വാഗ്ദാനങ്ങളും ഗ്യാരണ്ടിയും ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. ഈ CPM എന്താ പിഴവ് പറ്റുമെന്ന് വെച്ചാൽ ഇത് VD സജഷൻ ഉണ്ടാക്കിയ 2 അജണ്ടയുണ്ട്. ഒന്ന് ഡീല്, ഒന്ന് അതിലൊരു പെട്ടുപോയി. രണ്ടാമത്തെ കാര്യം എന്താ? വനവാസം. ഇതിലവർ പെട്ടുപോയി. പക്ഷെ ജനങ്ങൾ എന്ത് ചെയ്തു? ഈ വനവാസം കാര്യമായിട്ടെടുത്തു. അങ്ങനെ ഇത്രയും ഗ്യാരണ്ടി എന്ന ഒരു പ്രതിപക്ഷ നേതാവ് എന്തിന് വനവാസത്തിന് പോകണം? അദ്ദേഹത്തിന് അവസരം കൊടുക്കാമെന്ന് തോന്നി, അത് ചർച്ച ചെയ്തു. അപ്പോൾ എന്താണ്? തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് പോലും, വോട്ടെടുപ്പ് ദിവസം പോലും എന്താണ് കേരളം CPM ചർച്ച ചെയ്ത് എന്താ? വയനാട്ടിലെ കോൺഗ്രസിന് ഇത്ര ഫണ്ടുണ്ട്. അതൊക്കെ ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കാലത്തല്ല, അതൊക്കെ അതിന് മുമ്പാണ്. അന്ന് ചർച്ച ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ വോട്ട് ദിവസം ചർച്ച ചെയ്യേണ്ട വേറെ വിഷയമാണ്. പക്ഷേ MA ബേബിക്ക് മനസ്സിലായി. MA ബേബി രാവിലെ ഒരു 11 മണിയായപ്പോൾ അദ്ദേഹം പറഞ്ഞു, തിരുത്താനുള്ള ഞങ്ങൾ തിരുത്തും. കാരണം എന്താണ്? ട്രെൻഡ് മനസ്സിലായി. ഈ ട്രെൻഡ് ആദ്യം മനസ്സിലായ CPIക്കാണ്. അവരെന്താ ജനയുഗത്തിൽ മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? പുരുഷന്മാർ രാവിലെ കൂട്ടത്തോടെ വോട്ട് ചെയ്തു, സ്ത്രീകളെ കണ്ടില്ല. കാരണം സ്ത്രീകൾ UDFന്റെ ഒരു അനുകൂല തരംഗം ഉണ്ടാകുമെന്ന്, അനുകൂല നിലപാടുണ്ടാകുമെന്ന് ധരിച്ച് അവരെ വളരെ സാവധാനത്തിൽ കാത്തിരുന്നു വോട്ട് ചെയ്യാനായിട്ട്. 7% സ്ത്രീകൾ ഇത്തവണ വോട്ട് ചെയ്തു. ആ 7% സ്ത്രീകളുടെ വോട്ട് ഇവിടെ പോയി എന്നുള്ളത് ശ്രീ റാഷിദിനെ പോലുള്ളവർ കൃത്യമായിട്ട് നിർവചിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം MA ബേബിക്ക് കാര്യം മനസ്സിലായി, കാറ്റെതിരെ വീശുന്നു എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്താം. കാരണം എന്താ അറിയാമോ? ഉച്ച വരെ വോട്ട് ചെയ്യാത്തതിന് ശേഷം, ഉച്ചയ്ക്ക് ശേഷം പോകുന്ന ഒരു വിഭാഗമുണ്ട്. അവർ TV ചർച്ചയൊക്കെ കണ്ടിട്ട് വോട്ട് ചെയ്യാൻ പോകും. 2 സ്റ്റേറ്റ്മെൻറ്റ് അന്ന് ശ്രദ്ധിക്കപ്പെട്ടു. ഒന്ന് AK ആൻ്റണി, ഒന്ന് MA ബേബി. MA ബേബി പറഞ്ഞ് ഞങ്ങൾ തെറ്റ് തിരുത്താം, ഒരവസരം ക്ഷമിക്കൂ എന്നുള്ള രീതിയിലാണ് ആ സംസാരം. AK ആൻ്റണി എന്താ പറഞ്ഞത്? ഭരണം പോയാലും കുഴപ്പമില്ല, പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഇടതുപക്ഷം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. അവർ തീരുമാനിക്കും കാര്യങ്ങൾ. അവർ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഇന്നത്തെ ചർച്ചയിലെ ഹാഷ്മി എവിടെയെങ്കിലും പറയും, ഞാൻ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് നോക്കി കണ്ടില്ല, LDFന്റെ എന്തോ പറഞ്ഞ അവസാനിപ്പിച്ചു. ഒറ്റ മിനിറ്റ് അല്ല ഹാഷ്മി, ഒരൊറ്റ മിനിറ്റ്. അത് ചോദിച്ചുകൊണ്ട് മാത്രം പറയാം. ഒറ്റ മിനിറ്റ്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇന്ന് 24 മണിക്കൂറൊക്കെ ആവാറായി. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ CPMന്റെ ഘടകങ്ങൾ അവരുടെ കണക്കെത്തിക്കും. അങ്ങനെ കണക്കെത്തിക്കാവുന്ന സംവിധാനം CPM ഇപ്പോൾ പോയി. എന്താ കാരണം അറിയാമോ? LDF സംവിധാനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല. പിണറായി സംവിധാനം തുടക്കം മുതൽ ഇത്ര തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് അതികഠിനമായ ഭരണവിരുദ്ധ വികാരത്തിന് സൂചനയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ പോളിംഗ് ശതമാനം വന്നതിന് ശേഷം മാത്രമാണ് കോൺഗ്രസ് പോലും അത്രയും കോൺഫിഡൻസ് പറയുന്നത്. അതിനു മുമ്പ് ഇഞ്ചോടിഞ്ച് കട്ടക്ക് കട്ട എന്നുള്ള ഈ പറയുന്ന സർവേകൾ, നാഷണൽ മീഡിയ സർവേകൾ അടക്കം അങ്ങനെയായിരുന്നു. വളരെ ചുരുക്കം. ഏറ്റവും ഒടുവിൽ സി വോട്ടറിന്റെ സർവേ പോലും പ്രവചിച്ച് ഈ പറഞ്ഞ തരാതരം പരാപര എന്നുള്ള ആ കണക്കായിരുന്നല്ലോ. അങ്ങനെ മാരകമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ വളരെ ക്ലീൻ സ്വീപ്പ് UDF ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയുമായിരുന്നല്ലോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.